പിന്നെ MLA-യുടെ ജനസ്വീകാര്യത പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഒരു ഫ്ലെക്സ് പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ഗ്രീൻ ഫ്ലെക്സ് ഇല്ല, പോസ്റ്ററുകളില്ല. അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത അത് ഞാൻ അപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി, കേരളം മൊത്തം ഒരു മാതൃകയായിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത വേറെ ആർക്കും ഇല്ല. അതില്ലാത്തടത്ത് അത്രയും കാലം അത് നടപ്പിലാക്കാനും പോകുന്നില്ല. പക്ഷെ അത് തന്നെയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സാറിന്റെ വിജയവും. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയിച്ചാൽ മന്ത്രിയാണ്, അപ്പോൾ പുതുപ്പള്ളിയുടെ മന്ത്രിയാണെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കും. ഇവിടെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഏതാണ്ട് 1.5 മണിക്കൂർ കാലമായി ഇവിടെ പ്രസംഗിച്ചവരെല്ലാം തന്നെ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും 10 വർഷക്കാലമായി ഇവിടെ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലത്തിലും സംസ്ഥാനത്തും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സാധാരണ ജനങ്ങളെ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുതുപ്പള്ളിയിലെ കഴിഞ്ഞകാല കാര്യങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ബഹുമാനിയായ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ പാലായിലും പുതുപ്പള്ളിയിലുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു അധികാരത്തിലിരുന്നത്. ഈ 5 വർഷക്കാലത്തെ പുതുപ്പള്ളിയിലെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ നമുക്കൊക്കെയും അറിയാം, ജലജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം തരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ 18 വാർഡുകളിലും എല്ലാ വീടുകളിലേക്കും സ്വന്തമായി തങ്ങളുടെ വീടുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിരുന്ന റോഡുകളും ടൈല് പാകിയതും കല്ല് പാകിയതുമായ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചുകൊണ്ട് ജലജീവൻ പദ്ധതിയുടെ പൈപ്പിട്ടു. കണ്ടത്തിന്റെ സൈഡൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ നോക്കി നിൽക്കുന്നത് പോലെ ഒരു ടാപ്പും വെച്ച മീറ്ററും വെച്ച് അവരെല്ലാം പോയി. 5 വർഷം പിന്നിട്ടിരിക്കുക. എന്ത് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പുതുപ്പള്ളിയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ മിനി സിവിൽ സ്റ്റേഷൻ 5 വർഷം കഴിഞ്ഞിട്ടും ഒരു കല്ല് പോലും അതിന്റെ മുകളിൽ വെക്കാൻ കഴിയാത്ത സാഹചര്യം. പുതുപ്പള്ളിയിലെ ഒട്ടനവധി റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നു. നിങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയോ? ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറി 3 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അപ്പോൾ പരിഹാരം കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഏത് പാതിരായ്ക്കും സുശക്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ ചാനലിന്റെ സഹപ്രവർത്തകൻ കൂടിയുണ്ട്, പുതുപ്പള്ളി ടുഡേയുടെ ബഹുമാനായ സഹപ്രവർത്തകൻ. അദ്ദേഹം ഏത് പാതിരായ്ക്ക് വിളിച്ച് ഏത് പരാതി പറഞ്ഞാലും പിറ്റേ ദിവസം ആ പരാതിക്ക് പരിഹാരം കണ്ടെത്തുന്ന ഉത്തരവാദിത്വം ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണസമിതിക്കുണ്ട്. ബഹുമാനിയായ ചെയർപേഴ്സണോട് സൂചിപ്പിച്ചു, ഞാനൊക്കെ ജനപ്രതിയായിട്ട് 31 വർഷങ്ങളായി. പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായിട്ടും ഒക്കെ ഇരുന്നതാണ്. 95-ൽ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലഘട്ടത്തിൽ കൈകൊണ്ട് പദ്ധതി എഴുതി മാർച്ച് മാസം 15-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രാത്രിയിൽ ഓരോ പദ്ധതി നിർവഹണത്തിനും ആവശ്യമായ ബില്ലുകള് മാർച്ച് മാസം 31-ാം തീയതി നേരം വെളുക്കുന്നിടം വരെ ട്രഷറിയിൽ പോയിരുന്ന് ബില്ലുകൾ എഴുതി അപ്പോൾ പണം മാറി കോൺട്രാക്ടർമാർക്കും ഭവന നിർമ്മാണക്കാർക്കും കക്കൂസ് നിർമ്മാണക്കാർക്കും കിണർ കെട്ടുകാർക്കും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ മാർച്ച് മാസം 15-ാം തീയതി ആകുമ്പോഴേ ട്രഷറി ബാൻ ചെയ്തിരിക്കുക. ചെയർപേഴ്സണോട് സൂചിപ്പിച്ചു, സാധാരണ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഫണ്ട് ചിലവഴിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ജനപ്രതിനിധികൾ ഒത്തിരി പേരുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ്, മെമ്പറ്, പഞ്ചായത്ത് മെമ്പർമാരൊക്കെയുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 2-ാം തീയതിയും ഈ രാവിലെ മുതലേ ഓരോ പ്രശ്നങ്ങളുമായി വാർഡ് തോറും കയറിയിറങ്ങി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്ക് ആവശ്യമായ ഓണറേറിയം കൊടുക്കാൻ പോലും ഫണ്ടില്ലാത്ത സ്ഥിതിവിശേഷത്തിലൂടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുക. അതിനിടയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങളിവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. നമ്മളിൽ നിന്ന് പഞ്ചായത്ത് ഭരണം പിടിവിട്ടു പോയപ്പോൾ പുതുപ്പള്ളിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
ശ്രീ സാമിന്റെ നേതൃത്വത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു. നമുക്ക് തിരിച്ച് അധികാരത്തിൽ വരണം. കഴിഞ്ഞ 5 വർഷം നമുക്ക് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ പടിവാതിക്കൽ കൂടി അപ്പുറയും ഇപ്പുറയും കടന്നാൽ പോലും അങ്ങോട്ടൊന്ന് എത്തി നോക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. നമ്മളെല്ലാം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 5 വർഷം കൊണ്ട് അനുഭവിച്ച ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം തീർക്കണമെങ്കിൽ ഇവിടെ ഒരു ഭരണസമിതി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികൾ പലതും നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ പേരിൽ ഉണ്ടാകണമെന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളെ ഒറ്റക്കെട്ടായി പോരാടിയതിന്റെ ഫലമായിട്ടാണ് അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിപക്ഷം പോലും ആക്കാതെ 3 സീറ്റുള്ള BJPക്ക് പ്രതിപക്ഷം സ്ഥാനം കൊടുത്തുകൊണ്ട് 2 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാറ്റിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയും. ആ കൂട്ടായ്മ ഇവിടെ നിലനിർത്തണം. നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ മുന്നോട്ട് വരുമ്പോൾ പലർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം അത്രയൊന്നും ശക്തമല്ലല്ലോ. ഇവിടെ പ്രായം ചെന്ന പലരും ഇരിപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്തുകളിലും നിയമസഭയിലുമൊക്കെ മത്സരിക്കുമ്പോൾ കാണിച്ച ആർജവം ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിവെക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 37,356 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ അദ്ദേഹത്തെ 50,000 ഭൂരിപക്ഷത്തിലെത്തി എത്തിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അക്ഷീണ പ്രയത്നം നടത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പല ബൈ ഇലക്ഷനുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായി. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ BJPയിലേക്ക് പോകുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് 178 MPമാരെ BJP പിടിച്ചുകൊണ്ടുപോയി. 5 മുഖ്യമന്ത്രിമാരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഇന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാക്കന്മാരുമായി സംസ്ഥാനത്തിരിക്കുന്നു. ഇന്ന് ഇതേക്കുറിച്ച് ചോദിച്ചാൽ CPM-ന് മിണ്ടാട്ടമില്ല. എത്രയെത്ര MLA-മാരെ, എത്രയെത്ര നേതാക്കന്മാരെ ഞാൻ എണ്ണി പറഞ്ഞാൽ തളിപ്പറമ്പിലെ PK ഗോവിന്ദനടക്കം, പയ്യന്നൂരെ കുഞ്ഞികൃഷ്ണനടക്കം, ഇങ്ങ് കോട്ടയത്തെ നമ്മുടെ വൈക്കത്തെ മുൻ MLA അടക്കം, കൊട്ടാരക്കരയിലെ ഐഷ പോറ്റി അടക്കം, ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന P ശശി അടക്കം, നാട്ടികയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അടക്കം, ആലപ്പുഴയിൽ മത്സരിക്കുന്ന മുൻ മന്ത്രി, കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രി. LDF സർക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ വാർത്തയായിരുന്നു. അപ്പം ഇവിടുത്തെ പണ്ടത്തെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ജെയ്ക്സി തോമസിനോട് അവതാരിക ചോദിക്കുകയാണ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ എന്താണ് കൊണ്ടുവന്നത്, LDF സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ നമുക്കും അദ്ദേഹം നിന്ന് ഇവിടെ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫേസ് വേണം. അദ്ദേഹം പറഞ്ഞു കുറെ റോഡുകളുടെ പേരെന്തൊക്കെയോ പറഞ്ഞു. ആ റോഡുകളൊക്കെ പുള്ളിക്കാരത്തി അപ്പൊ തന്നെ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നതാണല്ലോ എന്ന് പറഞ്ഞു. ഏതൊക്കെയോ റോഡുകളുടെ പേരുകൾ മാത്രം പറയുന്ന ഒരു LDF സർക്കാരായിരുന്നു നമുക്കുള്ളത്. നമ്മൾക്കതല്ല വേണ്ട. നമുക്കറിയാം ശ്രീ ഏറ്റവും ആദരണീയനായ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതി. എല്ലാ ജില്ലയിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആദർശമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു സംഭവമാണ് വിഴിഞ്ഞം പദ്ധതി. മെട്രോ, ഹോസ്പിറ്റൽസ്, റോഡുകൾ, സ്ഥാപനങ്ങൾ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്, അല്ലെങ്കിൽ UDF ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. നമുക്കപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇപ്പോൾ ശബരിമല വിഷയം ഏത് മതസ്ഥരെയും ഏത് പ്രായക്കാരെയും ഏത് ആദർശങ്ങളും വാല്യൂസും മോറൽസും ഉള്ളവരെ ഒരേപോലെ കഷ്ടപ്പെടുത്തിയ ഒരു സർക്കാർ LDF മാത്രമേ കാണുള്ളൂ. അവര് ഇറങ്ങി പോകേണ്ട അവസ്ഥ നമുക്ക് അത്യാവശ്യമാണ്. നമുക്കറിയാം വൈദ്യുതി എനിക്ക് 4 ഇരട്ടിയാക്കി വൈദ്യുതിയുടെ ബില്ല്. വെള്ളക്കരം 40% വർദ്ധിച്ചത്. നമ്മളുടെ ഒന്നും ഇൻകം എന്നാൽ അതുപോലെ ഇൻക്രീസ് ആവുന്നുമില്ല. എത്രയോ പിന്നോക്ക നിയമനങ്ങൾ. ഇതൊക്കെ നടക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ കുട്ടികൾ വെളിയിലേക്ക് പോകും. നമുക്കറിയാം എൻ്റെ കൂടെയുള്ള എൻ്റെ ബാച്ച്മേറ്റ്സ് തന്നെ എല്ലാവരും +2 കഴിഞ്ഞപ്പം വെളിയിലോട്ട് നല്ല ജോലി തേടിപ്പോയി.
പാലായിൽ ഒരു സംവാദം നടന്നപ്പം LDF പ്രതിനിധിയോട് ചോദിച്ചു, ഇവിടെ 100-200 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം പാലായിൽ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോഴും LDF പ്രതിനിധിക്കൊന്നും പറയാനില്ലായിരുന്നു. UDF സർക്കാർ വന്നാലും നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോജക്ട്സ് വേണം. നമ്മുടെ പിള്ളേരെ നമുക്ക് കാണാൻ കിട്ടണം. നമുക്കറിയാം, എല്ലാ വീട്ടിലും ഇപ്പോൾ 1-2 പിള്ളേര് മാത്രമുള്ള കുടുംബങ്ങളാണ് എല്ലായിടത്തും. ഇവരെല്ലാവരും വെളിയിലോട്ട് പോകുമ്പം നമുക്ക് നാടുകളിൽ ആരും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയത്ത് അതൊരു കൂടുതലാണ്. നമ്മൾ എല്ലാവരും വിദേശത്ത് പോകുന്നവരാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല നല്ല സ്ഥാപനങ്ങൾ വരണം. നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. ഒരു മിനിറ്റ്. BJP സർക്കാർ വന്നാൽ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ വരുന്നു, എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറയാം. നമുക്കറിയാം, അവരുടേതായിട്ടുള്ള ഇപ്പം കേന്ദ്രത്തിൽ മിനിസ്റ്റർമാരൊക്കെ ഉണ്ട്. ഒരു എയിംസ് പോലും തരാത്ത ഒരു സർക്കാരാണ് ഇവിടെ വന്ന് പല പല വാഗ്ദാനങ്ങൾ തരുന്നത്. വാഗ്ദാനങ്ങളിലൊന്നുമല്ല കാര്യം. നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചാണ്ടിയമ്മൻ സാറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നും. എൻ്റെ ഡ്രീം കോളേജായിരുന്നു സെന്റ് സ്റ്റീഫൻസ് ഡൽഹി എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയില്ല. നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് BA ഡിഗ്രി, പിന്നെ ഇപ്പം സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ്, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാരെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. നമുക്കത് തന്നെയാണ്, അത് UDFന്റെ ഒരു മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. UDF എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് നല്ല നല്ല വാല്യൂസിനാണ്. എഡ്യൂക്കേഷൻ, എംപവർമെന്റ്, ഡെവലപ്മെന്റ്, പിന്നെ പേട്രിയോട്ടിസം, മതേതരത്വം. നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം മുന്നോട്ട് കാണിക്കുന്നോ അല്ലെങ്കിൽ ബാക്കി സമുദായങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സൊസൈറ്റി അല്ല. എല്ലാവർക്കും ഒരേപോലുള്ള പങ്കാളിത്തം, അവരെ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂത്തും കുറെ UDFനെ സപ്പോർട്ട്. നമുക്കറിയാം, കുറെ ഫസ്റ്റ് ടൈം വോട്ടർമാരുണ്ട്. നമ്മുടെയൊക്കെ പിള്ളേർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻ, ആര് വന്നാൽ നമുക്ക് എന്താന്ന് പറയുന്ന പിള്ളേർ കുറച്ചു പേരെങ്കിലും കാണുമായിരിക്കും. അവരൊക്കെ LPG ഷോർട്ടേജ് വന്നപ്പം റെസ്റ്റോറൻറ്റ്സ് അടച്ചപ്പോഴാണ് അയ്യോ ഇതെന്നെ പറ്റി, എവിടെ എന്താ യുദ്ധം എന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ അവരും കൂടെ ഇപ്പൊ ഈ ഇലക്ഷൻസ് ഒക്കെ ഒത്തിരി എക്സൈറ്റഡ് ആണ്. പിന്നെ MLAയുടെ ജനസ്വീകാര്യത പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഒരു ഫ്ലെക്സ് പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ഗ്രീൻ ഫ്ലെക്സ് ഇല്ല, പോസ്റ്ററുകളില്ല. അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത അത് ഞാൻ അപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി, കേരളം മൊത്തം ഒരു മാതൃകയായിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത വേറെ ആർക്കും ഇല്ല. അതില്ലാത്തടത്ത് അത്രയും കാലം അത് നടപ്പിലാക്കാനും പോകുന്നില്ല. പക്ഷെ അത് തന്നെയാണ് ശ്രീ ചാണ്ടിയമ്മൻ സാറിന്റെ വിജയവും. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയിച്ചാൽ മന്ത്രിയാണ്, അപ്പോൾ പുതുപ്പള്ളിയുടെ മന്ത്രിയാണെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഞാനിവിടെ സംസാരിക്കുമായിരുന്നു, സാമംഗിളിനോട് സംസാരിക്കുമ്പം അദ്ദേഹത്തിന് ഇവിടെ ജയം ഷുവർ ആയതുകൊണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാനും പാലായിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാനൊരു ഫുഡ് പോയ്സണിങ് ഒക്കെ പിടിച്ചൊന്ന് പനി പിടിച്ച് കിടപ്പിലായിപ്പോയി. പക്ഷെ ആ ഒരു സ്വീകാര്യത അപ്പം പാലായിലായിരുന്നില്ല, ആൾക്കാരൊക്കെ കെട്ടിപ്പിടിക്കുന്നു. ഉമ്മൻ സാറേന്ന് തന്നെയാണ്, ചാണ്ടി സാറേന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ ഒരു ഉമ്മൻചാണ്ടി സാറിൽ നമ്മൾ കണ്ടിരുന്ന ആ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് വന്നും തുറന്നു പറയാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്കൊരു എന്താ പറയുന്നത്, ചിലരെ പോലെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേ ഇവിടെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ആൾക്കാരോട് വേണ്ട, നമുക്കൊരു എന്താ പറയുക, ഈ നമ്മളെപ്പോഴും പൊളിറ്റീഷ്യൻസിനെ സ്പോർട്സുകാരെയൊക്കെ ഒരു വലിയൊരു ആൾക്കാരായിട്ടാണ് കാണുന്നത്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാതെ അവരും മനുഷ്യരാണ്, അവർ നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ്, നമ്മുടെ ജനപ്രതിനിധികളാണ്, നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവരാണ്, അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അവരും തിരിച്ചറിയണം. അവർ താഴെ തട്ടിലിറങ്ങി അവരെപ്പോഴും ഡൗൺ ടു എർത്ത് ആയിരിക്കണം. ഈ MLA സ്ഥാനോ മന്ത്രിസ്ഥാനോ ഒക്കെ ആ ഒരു പവർ തലയ്ക്ക് പിടിക്കുമ്പോഴേ അവരവിടെ തോറ്റു എന്നാണ് അർത്ഥം. അങ്ങനെ തോൽക്കാൻ പോകുന്ന പല മന്ത്രിമാരും നമുക്ക് ഇനി മുന്നിലുണ്ട്. നമുക്കിനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ അതൊക്കെ കാണാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നിങ്ങളുടെ ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിയമ്മൻ സാറിന് നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നമുക്ക് റെക്കോർഡ് തകർക്കണം, ജയിപ്പിക്കണം എന്നല്ല എൻ്റെ അഭ്യർത്ഥന. റെക്കോർഡ്
തകർത്ത് തന്നെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ഭാഗത്തുനിന്നും ഒരു മന്ത്രിയുള്ള മണ്ഡലത്തിൽ നിന്ന് ഞാനും ഒരു മന്ത്രിയുള്ള മണ്ഡലത്തിൽ നിന്ന് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിട്ടെന്നും ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മുടേതായിട്ടുള്ളൊരു മന്ത്രി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA കാട്ടി തീർച്ചയായിട്ടും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, പ്രത്യേകിച്ച് LDF പോലെ വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ വൈരാഗ്യവും മനസ്സിൽ വെക്കുന്ന ആൾക്കാർ പല നമുക്കറിയാം, അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് നമുക്കറിയാം. ഇതിനെല്ലാം ഒരു അവസാനം വരികയാണ്. നമുക്ക് നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ഒത്തിരി സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പിങ്ക് ബസ്സസ് ഉണ്ട്, അത് സ്ത്രീകൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള ഒരു ബസ്സസിന്റെ കോൺസെപ്റ്റിന്റെ ഉപയോഗം നേരിട്ട് മനസ്സിലാക്കുക അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികൾ നമ്മളൊരു ഹെൽത്ത് നോക്കുന്നവരല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ അച്ഛന്മാർ, കുറച്ചുകൂടെ മുതിർന്നവർ ഏറ്റവും വയ്യാണ്ടായാൽ മാത്രം ഹോസ്പിറ്റൽസിൽ പോകുന്ന ഒരാൾക്കാരാണ്. അപ്പം നമുക്കൊരു ക്യാൻസർ പോലുള്ളൊരു മാരക രോഗം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും തകർക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇൻഷുറൻസ് ആർക്കെങ്കിലുമൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത സർക്കാർ വരുമ്പോൾ നമ്മൾക്ക് ഇൻഷുറൻസ് വരും. പുതിയ ബിസിനസ് തുടങ്ങാൻ നമുക്കറിയാം, ഒരു ചെറിയൊരു കഫേ ഇടണമെങ്കിൽ പോലും മിനിമം 10 ലക്ഷം രൂപ അതിന് പുറകിൽ മുതൽ മുടക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സംരംഭകർ വരട്ടെ, ബിസിനസ്സുകാർ വരട്ടെ എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്ട് അത് അവരെ വെൽക്കം ചെയ്തിട്ട് കാര്യമില്ല. അതിനുവേണ്ടി 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പുതിയ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ UDF സർക്കാർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണത്തിൽ വരികയും ചെയ്യാം. 1.25 ലക്ഷം കോടി രൂപ കടമുള്ള കേരളത്തിൽ നിന്ന് ഇപ്പോൾ 6.25 ലക്ഷം കോടി രൂപയാണ് കടം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ അറിയാത്ത കുറെ തെറ്റിദ്ധാരണകൾ വരുത്തുന്ന സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു മിസ്ഇൻഫർമേഷൻ ആണ്. അതും ബോട്ടുകളും അങ്ങ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് ഞാൻ നോക്കുമ്പോൾ ഓരോ പോസ്റ്റിനും കമന്റ് ആയിട്ട് വരുന്നത്. നമ്മളെ വ്യക്തിപരമായി എത്രത്തോളം ആക്ഷേപിക്കുന്നു, ഇതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ സത്യം അറിയാം. നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു, ധർമ്മത്തിന്റെ കൂടെ, നന്മയുടെ കൂടെ നിൽക്കുന്നു. പുതുപ്പള്ളിക്ക് ഇനിയും വലിയ വലിയ വികസനങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ ഒരു സ്നേഹാദരവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. തെരഞ്ഞെടുപ്പാണ്. അവസാനമായി ഉമ്മൻചാണ്ടി മത്സരിച്ച തെരഞ്ഞെടുപ്പിച്ച ഭൂരിപക്ഷം 9,500 പരം വോട്ടുകൾ മാത്രമാണ് കൊടുത്ത് അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ ചാണ്ടി ഉമ്മനെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി നമ്മൾ മുൻപോട്ടേക്ക് വരണം. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 50,000-ന്റെ അപ്പുറത്തേക്ക് കടത്താൻ നിങ്ങൾ വിചാരിക്കണം. അത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വേണം എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കണ്ണല്ലാത്തതിന് പൊന്നാക്കി തരാം, പാലും തേനും ഒഴുക്കുന്ന പാതാള കുഴിയിലേക്ക്, വിലക്കയറ്റം എന്ന ദുർഭൂതത്തിന്റെ പിടിയിലേക്ക് നമ്മളെ തള്ളിക്കിട്ടുകൊണ്ട് തുച്ഛ വരുമാനക്കാരായ നിശ്ചിത വരുമാനക്കാരായ രൂപ മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ ഖജനാവിലേക്ക് അടക്കിയ പണം കൊണ്ട് ആ ബന്ധപ്പെട്ട ആ വണ്ടികളുടെ പുറത്ത് പിടിച്ചെടുക്കുന്ന പണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനപ്പുറത്ത് നമ്മുടെ കൊട്ടാരക്കപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ KPCCയുടെ സെക്രട്ടറി കുഞ്ഞിലമ്പള്ളി സാബുവും പ്രകാശനും എല്ലാം വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. നാളെ ഉച്ചയ്ക്ക് 2:30 നമ്മുടെ ബഹുമാനായ MLA സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി കവലയിൽ നമ്മുടെ MP-യും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുമായ മുഹമ്മദ് അസറുദ്ദീൻ നാളെ 2:30 പുതുപ്പള്ളി കവലയിൽ വരുന്നുണ്ട്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞ 53 വർഷക്കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അദ്ദേഹം നമ്മളിൽ നിന്ന് മാറിയെങ്കിലും നമ്മുടെ എല്ലാ മനസ്സിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മളിൽ നിന്ന്
ശാരീരികമായിട്ട് മാറിയെങ്കിലും എല്ലാവരും ഒപ്പമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചാണ്ടിയുമ്മന് കിട്ടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ചാണ്ടിയുമ്മനെ വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ആണ് നമ്മൾ ഈ കുടുംബ സംഘങ്ങളെല്ലാം സംഘടിപ്പിച്ചത്. വളരെ നല്ല രീതിയിൽ ഈ 142, 143, 144 ബൂത്തുകളുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ വളരെ ആൾക്കാരുടെ സഹകരണത്തോടെ നടത്തുവാൻ മുൻകൈ എടുത്തുക ഇതിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് പോലെ നേതൃത്വം നൽകിയ എല്ലാവർക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്യം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഒരു നീണ്ട രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള പ്രസക്തിയില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. എങ്കിൽ പോലും നിയമം പ്രസംഗിച്ചതിൽ എനിക്ക് ഏറ്റവും കൗതുകമുണ്ടായ ഒരു കാര്യമുണ്ട്. ചാണ്ടിയുമ്മന്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ട മേഡം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നാം ഉൾപ്പെടെ പലരും പല നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ വാനോളം പുകഴ്ത്തുമ്പോൾ 2023 തിരഞ്ഞെടുപ്പിന് ചാണ്ടിച്ചായൻ വന്നപ്പോൾ അദ്ദേഹം ഒരു നെപ്പോ കിട്ടാണെന്ന് തോന്നിയ 95% ആളുകൾ ഉണ്ടാകാം പുതുപ്പള്ളിയിൽ. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും മകനായി, എല്ലാ സഹോദരന്മാർക്കും സഹോദരനായി, എല്ലാ ചെറുപ്പക്കാർക്കും സുഹൃത്തായി, എല്ലാ കുടുംബത്തിലെയും അംഗമായി അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹം ഒരു നെപ്പോക്കിട്ടല്ല, അദ്ദേഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് അദ്ദേഹം തെളിയിക്കും. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. 2022 മുതൽ 24 വരെ ഓൾ ഇന്ത്യ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനായിരുന്നു. മേഡം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ആരെയും അസൂയപ്പെടുത്തുന്നതാണ്. മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ BA, പിന്നീട് സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് എക്കണോമിക്സിൽ MA, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB, നാഷണൽ ലോ അക്കാദമിയിൽ നിന്ന് LLM, അത് ക്രിമിനോളജിയിൽ, പിന്നീട് ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ LLM, അതിനെല്ലാം ശേഷം ലണ്ടനിൽ നിന്ന് അദ്ദേഹത്തിന് എക്കണോമിക്സിൽ ഡിപ്ലോമ. ഇത്രയും നീണ്ട പട്ടിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹം കേരള നിയമസഭയ്ക്ക് എല്ലാ കാലത്തും അലങ്കാരമാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു നഷ്ടം തന്നെയാണെന്ന് നിസ്സംശയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് വളരെ വിശദമായ രാഷ്ട്രീയ വിഷയങ്ങൾ എനിക്ക് മുൻപുള്ളവർ സംസാരിച്ചു. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രശസ്ത ബ്രിട്ടീഷ് സാഹിത്യകാരനായിരുന്ന മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, മെയ് 4-ാം തീയതി ഉച്ച കഴിയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കവലകളിലും നാൽക്കവലകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയേന്തിയ മൂവർണ്ണക്കൊടി കൊടിമരമുകളിൽ അടയാളമായി പാറിക്കളിക്കുന്ന കാലമാണ് കടന്നു വരാൻ പോകുന്നത്. അന്ന് നമ്മൾ ഉൾപ്പെടെ ആ മൂവർണ്ണക്കൊടിക്കയിൽ മുച്ചുചുരുട്ടി മുദ്രാവാക്യം വിളിക്കും. തേരോട്ടം, ഇത് തേരോട്ടം, UDF തേരോട്ടം. ഞാൻ അവസാനിപ്പിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത്രയും നേരം പറഞ്ഞ പ്രസംഗത്തിലൂടി നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് അധികമില്ല, 3-4 ദിവസങ്ങൾ കൊണ്ട് ഇലക്ഷൻ വോട്ടിടാൻ നമ്മൾ ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൈപ്പത്തി വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടിയുമ്മനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങും ഇങ്ങും എല്ലാവരും ഒരേ ഭാഗത്ത് നോക്കുന്ന ഒരു ഭാഗമാണ് പുതുപ്പള്ളിയുടെ വിജയം. പുതുപ്പള്ളിയുടെ ചാണ്ടിയുമ്മനെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള പയ്യവേള നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ചാണ്ടിയുമ്മന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനുള്ള അനുഗ്രഹം എല്ലാവരും കൊടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പുതുപ്പള്ളിക്കാർക്ക് ഒരു മന്ത്രി കൂടെ ആകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ആ പ്രതീക്ഷ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം നോക്കി പ്രവർത്തിക്കാതെ നമുക്കിവിടെ ഒരു എതിർ പ്രവർത്തനമില്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് നോക്കാതെ നമ്മൾ ഇനി 3 ദിവസത്തേക്ക് നമ്മളെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ചാണ്ടിയുമ്മന് ഏറ്റവും നല്ല ഭൂരിപക്ഷം നമ്മുടെ ബൂത്തിൽ നിന്ന് കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിങ്ങിനെത്തിയ നമ്മുടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ വീട് ഇത്രയും ഭംഗിയായി ഈ പരിപാടി വൻ വിജയമാക്കുന്നതെന്ന് നമ്മുടെ ജോയി സാറിനും കുടുംബത്തിനും ഉള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ ബൂത്ത് കമ്മിറ്റി 142, 143, 144, 15, 16 വാർഡ് ഈ ഇത്രയും
കമ്മിറ്റികളാണ് ഇത് സംഘടിപ്പിച്ച് ഇതിന് കൂടുതൽ സംഘടിപ്പിച്ച് സുകേഷിന്റെ നേതൃത്വത്തിലുള്ള ബൂത്താണ്. അതിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾ കൂടിയൊന്നും മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെ സുകേഷാണ് ഇതിന്റെ നേതൃത്വം. കൊച്ചുമോനും സുകേഷും അതുപോലെ തന്നെ മധുവും പുതിയ അയ്യോ നല്ലോണം കഷ്ടപ്പെട്ടവരാണ്. ഇവർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നമസ്കാരം. യോഗനടപടികൾ അവസാനിച്ചിരിക്കുന്നു. തിരിച്ചു